എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നില്ല, എയർപോർട്ടിൽ ഒരു പുതിയ ഫ്ലൈറ്റ് വന്നിറങ്ങിയിട്ടുണ്ട്. ഫ്ലൈറ്റ് അല്ല, ഒരു ഹെലികോപ്റ്റർ മഞ്ഞ കളറ്, അത് എടുക്കാൻ വരുന്നുവെന്ന് ചോദിച്ചായിരുന്നു. അവൻ ഇന്ന് വരുന്നില്ലെന്ന്. അപ്പം എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ അവൻ ഇന്ന് വന്നില്ല, വരത്തില്ലെന്ന് പറഞ്ഞേ. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഒറ്റയ്ക്ക് അതെടുക്കാൻ പോവാണ്. ഇല്ല, അതാണ് എയറോപ്ലെയിൻ സ്റ്റേഷൻ. എയറോപ്ലെയിനൊക്കെ കിടക്കുന്നുണ്ടോ? എയറോപ്ലെയിനൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഒന്ന് കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് ചാടി വെക്കാം. സ്വിമ്മിംഗ് പൂളിൽ ചാടാനൊന്നും പറ്റുന്നില്ല ഗേസ്. സ്വിമ്മിംഗ് പൂള് അവൻ്റെ അടുത്ത് പറഞ്ഞേ അപ്പോഴേ സ്വിമ്മിംഗ് പൂൾ ഇത്ര പൊക്കത്തി വെക്കണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കുളിച്ചാൽ മതി. പെട്ടെന്ന് പോയിട്ട് എയറോപ്ലെയിൻ എടുക്കണം, ഹെലികോപ്റ്റർ എടുക്കണം. അപ്പോൾ ഇല്ല, ഇരിക്കുന്ന കവാസിറ്റിയാർ ഞാൻ ഇന്നലെ എടുത്തുകൊണ്ട് വന്നുള്ളൂ സ്റ്റേഷനിൽ നിന്ന്. ഇപ്പോൾ പോയിട്ടൊന്ന് ഡ്രസ്സൊക്കെ മാറാം. അപ്പോൾ ഗേസ് ഞാൻ എന്നും ഈ കബോർഡിൽ നിന്നാണ് ഡ്രസ്സ് മാറുന്നത്. എന്നൊരു വെറൈറ്റി ആക്കാം ആ കബോർഡിൽ നിന്ന്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഷർട്ടിൻ്റെ ഒരു വേറൊരു പാൻറ് എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു മാസ്ക് കൂടെ അങ്ങ് വെച്ച് ഇനി നമുക്ക് പോവാം. ഞാൻ നേരെ കവാസിറ്റിയാർ എടുത്തുകൊണ്ടാണ് പോകുന്നത്. കവാസിറ്റിയാർ ആകുമ്പോൾ ഇത്തിരി ഫാസ്റ്റ് കാണും. കവാസിറ്റി ഇതായിരിക്കുന്നു എൻ്റെ കവാസിറ്റി. ഞാൻ വലിയ ഇതാണ് ഗേസ്. വണ്ടി നീങ്ങുന്നില്ല. വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഈ വണ്ടിയും കൊണ്ട് പോയാൽ ഞാൻ ഒന്നും എടുത്തെത്തില്ല, കേടാവുകയും ഇരിക്കുക വണ്ടിന്ന് തോന്നുന്നു. നമുക്ക് ഇത് ഫൗളാണ്. ഞാനിത് കടയിൽ കൊണ്ട് കൊടുക്കും. പക്ഷെ എൻ്റെ വീട്ടിൽ കിടക്കുന്ന ഇന്നോവ കാറുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആ കാർ എടുക്കും. ഇന്നോവ അല്ല, ഇന്നോവ ക്രിസ്റ്റ എന്നൊക്കെ പറയും. ഫോർച്യൂണറാണ് വണ്ടി. അതുപോലെ തന്നെ വണ്ടി ഇതായി. വണ്ടി അതുപോലെ തന്നെ ഗേസ്. ഇപ്പം നമുക്കാണെങ്കിൽ ഞാൻ ഇനി പേടിയാവുന്നു ഗേസ്. അവിടെ എത്തിയില്ലെങ്കിൽ ഇന്ന് നിയമസഭയുള്ളതുകൊണ്ട് പോലീസുകാരൊക്കെ അവിടെ ആയിരിക്കും. അപ്പോൾ അതോ പ്രൈവറ്റ് വെഹിക്കിൾ ഉണ്ട്. ഞാൻ ആ കാര്യം അങ്ങ് മറന്നു പോയി. പിടിക്കട്ടെ കയറി. അവിടെ ഇരിക്കടോ. എടോ ചേട്ടാ, വണ്ടി ഇങ്ങോട്ട് വരുമോ? ചേട്ടാ ഇല്ല, സൈക്കിൾ എടുത്തോ. എന്നിട്ട് അവിടെ ഒരു സൈക്കിൾ ഇരിപ്പുണ്ട്, അത് കൊടുക്കാം. ചേട്ടാ സൈക്കിൾ എടുത്തോ, ഈ വണ്ടി ഇങ്ങോട്ട് വരുമോ? ചേട്ടോ, ഈ ചേട്ടന്മാരൊന്നും വണ്ടിയൊന്നും തെറ്റില്ല ഗൈസ്. അപ്പം നമുക്ക് ആ സൈക്കിൾ തന്നെ അങ്ങ് എടുക്കാം. ഇത് ഏതെങ്കിലും കൊച്ചു പിള്ളേരായിരിക്കും. എടുത്തോണ്ട് അങ്ങ് പോവാം. ഈ സൈക്കിൾ കൊണ്ട് അവിടെ ചെല്ലാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ തോന്നുന്നു. ഫാസ്റ്റിന് പോവാം. അതിന് മുമ്പ് എനിക്ക് ഇച്ചിരി എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണം. ഫാസ്റ്റിന് എക്സ്പീരിയൻസ് കിട്ടണം ആദ്യം. ആദ്യം തന്നെ എക്സ്പീരിയൻസ് നോക്കാം. ഗസ് എക്സ്പീരിയൻസ് കട്ട ജണ്ടായിരുന്നു. ചത്തില്ലായിരുന്നു ഗേസ്. എന്നാലും ഈ സൈക്കിൾ കൊണ്ട് എനിക്ക് എയർപോർട്ടിൽ കയറാൻ പറ്റില്ല. അതിനുവേണ്ടി ഒരു കാർ വേണം, പ്രൈവറ്റ് വെഹിക്കിൾ എടുക്കാം. പോലീസ് സ്റ്റേഷൻ അടുത്താണ് ഗേസ്. അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾ എടുക്കാൻ പോവാണ്. നമ്മൾ പോയി പ്രൈവറ്റ് വെഹിക്കിൾ എടുക്കാം. നമ്മൾ
സൈക്കിൾ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ വണ്ടിയും കൊണ്ട് അവിടെ കയറി ഹെലികോപ്റ്റർ എടുക്കാം. ഇച്ചിരി ഫാസ്റ്റാണ് ഈ വണ്ടിക്ക്. ഹൈടെക് സെക്യൂരിറ്റി ഒന്നുമില്ല. എയർപോർട്ടിൽ ആരെയും കാണുന്നൊന്നുമില്ല. നമുക്ക് വേണ്ട ഈ വണ്ടി ഹെലികോപ്റ്റർ എടുക്കാം. ഈ ഹെലികോപ്റ്റർ എടുക്കാം. ഈ ഹെലികോപ്റ്റർ എടുത്തോണ്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവാം. അപ്പോൾ നമ്മൾ ഈ ഹെലികോപ്റ്റർ എടുത്തോണ്ട് പോവാണ്. എനിക്കിത് ഓടിക്കാനൊന്നും അറിയത്തില്ല ഗൈസ്. അവൻ പറഞ്ഞോണ്ട് ഞാൻ എടുത്തതാണ്. പൊങ്ങി തന്നെ എങ്ങനെയാണോ എന്നറിയാം. യോ ഗേസ് ഗേസ് വണ്ടി ചരിഞ്ഞു പോയി. യോ പണിവാളി ഗേസ് ഗേസ് ഗേസ്. യോ യോ ഞാൻ തറയിറക്കുക. യോ യോ പണിവാളി ഗേസ്. വണ്ടി ചെന്ന് ഇടിച്ചു. ഞാൻ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വരെ ഉള്ളു. അടുത്ത ഏത് വണ്ടി എടുക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.